A book can change your life. Hey guys, welcome back to the channel Remix Diary. ഇന്നത്തെ വീഡിയോ ഒരു ബുക്കിനെ കുറിച്ചാണ്. പക്ഷെ സത്യത്തിൽ ഇത് ബുക്കിനെ കുറിച്ചുള്ള ഒരു വീഡിയോ മാത്രമല്ല. ഇത് നിങ്ങളുടെ ജീവിതത്തെ കുറിച്ചാണ്. കാരണം ചിലപ്പോൾ നമ്മുടെ ജീവിതം മാറ്റാൻ ഒരു വലിയ സംഭവം ആവശ്യമില്ല. ഒരു സെന്റൻസ് മതി, ഒരു തോട്ട് മതി, ഒരു കഥ മതി, അല്ലെങ്കിൽ ഒരു ബുക്ക് മതി. നമ്മൾ ഒരു ബുക്ക് തുറക്കുമ്പോൾ അത് വെറും പേജസ് അല്ല. ചിലപ്പോൾ അത് നമ്മളെ തന്നെ കാണിച്ചു തരുന്ന ഒരു മിറർ ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു വാക്ക് അതിലെ ഒരു പേജിൽ കാത്തിരിക്കുന്നുണ്ടാകാം. മേ ബി യു ആർ ഇൻ എ കൺഫ്യൂസിംഗ് ഫേസ്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ ചിലർക്ക് എൻ്റെ ഫ്യൂച്ചർ എന്തായിരിക്കും, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എല്ലാവരും മുന്നോട്ട് പോകുന്നു, ഞാൻ മാത്രം എന്തുകൊണ്ടാണ് സ്റ്റക്ക് ആയിരിക്കുന്നത് എന്ന് തോന്നുന്നുണ്ടാകാം. ചിലർ ഒരു ഡ്രീമിന് വേണ്ടി ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടാകാം, പക്ഷേ അത് നടന്നില്ല. ചിലർക്ക് എക്സ്പെക്റ്റഡ് റിസൾട്ട് കിട്ടിയില്ലായിരിക്കാം. ചിലർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. ചിലർക്ക് വളരെ ക്ലോസ് ആയിരുന്ന ഒരാൾ ലൈഫിൽ നിന്നും അകന്നിട്ടുണ്ടാകാം. ചിലർ വീട്ടുകാരുടെ എക്സ്പെക്റ്റേഷൻസ് കൊണ്ട് പ്രഷറിലായിരിക്കാം. പുറത്തു നിന്ന് നോക്കുമ്പോൾ എവറിത്തിങ് ഈസ് ഓക്കെ, പക്ഷെ ഉള്ളിൽ എനിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ തന്നെ നിങ്ങളോട് ചോദിക്കുന്നുണ്ടാകാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കാര്യം മാത്രം ഓർക്കണം, നിങ്ങളുടെ ഇപ്പോഴത്തെ ചാപ്റ്റർ നിങ്ങളുടെ മുഴുവൻ സ്റ്റോറി അല്ല. ഒരു ബുക്കിലെ ഒരു ചാപ്റ്റർ സാഡ് ആണെന്ന് വെച്ച് ആ ബുക്ക് അവിടെ അവസാനിക്കുന്നില്ല. അതുപോലെ തന്നെയാണ് ലൈഫും. ഇത് ഡിഫിക്കൽട്ട് ചാപ്റ്റർ ആയിരിക്കാം, പക്ഷേ ഇത് എൻഡിങ് അല്ല. മേ ബി യു ആർ ജസ്റ്റ് ടേണിംഗ് ദ പേജ്. സംടൈംസ് എ ബുക്ക് അണ്ടർസ്റ്റാൻഡ്സ് യു. നമ്മൾ വിഷമിച്ചിരിക്കുമ്പോൾ പലരും പറയും, ഡോണ്ട് വറി, എവറിത്തിങ് വിൽ ബി ഓക്കെ. പോസിറ്റീവായി ചിന്തിക്കും. പക്ഷെ ചില സമയത്ത് ഇതൊന്നും കേൾക്കാൻ പോലും നമുക്ക് തോന്നില്ല. കാരണം നമ്മുടെ ഉള്ളിൽ എന്താണ് നടക്കുന്നത് എന്ന് നമുക്ക് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാത്ത സമയമുണ്ട്. അപ്പോൾ ഒരു ബുക്ക് വായിക്കുമ്പോൾ അതിലെ ഒരു പാരഗ്രാഫ് നമ്മുടെ സ്വന്തം സ്റ്റോറി പോലെ തോന്നും. ഒരു ഓഥർ നമ്മളോട് നേരിട്ട് സംസാരിക്കുന്നത് പോലെ തോന്നും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കും, ഞാൻ മാത്രമല്ല ഇങ്ങനെ ഫീൽ ചെയ്യുന്നത്. ആൻഡ് സംടൈംസ് അത് തന്നെയാണ് നമുക്ക് വേണ്ടിയിരുന്ന ഹോപ്പ്. കാരണം ചിലപ്പോൾ നമുക്ക് അഡ്വൈസ് വേണ്ട, നമ്മളെ ആരെങ്കിലും അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു എന്നൊരു ഫീലിംഗ് മാത്രം മതി. ഇമാജിൻ ദിസ്. ഒരു സ്റ്റുഡൻറ്റിനെ ഇമാജിൻ ചെയ്യും. ഒരു എക്സാമിന് വേണ്ടി അവൻ ഒരുപാട് പഠിച്ചു, ഒരുപാട് പ്രതീക്ഷിച്ചു. പക്ഷെ റിസൾട്ട് വന്നപ്പോൾ അവൻ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയില്ല. ചുറ്റുമുള്ള എല്ലാവരും മുന്നോട്ട് പോകുന്നു. ഒരാൾക്ക് നല്ല കോളേജ് കിട്ടി, മറ്റൊരാൾക്ക് നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടി. ഫ്രണ്ട്സ് എല്ലാവരും അവരുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് തീരുമാനിച്ചു. പക്ഷേ അവൻ ഒറ്റയ്ക്ക് ഇരുന്ന് ചിന്തിക്കുന്നു, മേ ബി ഞാൻ കേപ്പബിൾ അല്ല, മേ ബി ഞാൻ മറ്റുള്ളവരെ പോലെ സ്മാർട്ട് അല്ല, എൻ്റെ ഫ്യൂച്ചർ എന്താകും. അപ്പോൾ അവൻ ഒരു ബുക്ക് വായിക്കുന്നു. അതിൽ പലതവണ ഫെയിലിയർ നേരിട്ടിട്ടും വീണ്ടും ട്രൈ ചെയ്ത ഒരാളുടെ സ്റ്റോറി വായിക്കുന്നു. അപ്പോൾ അവൻ ഒരു കാര്യം മനസ്സിലാകും, ഞാൻ ഒരു പരീക്ഷയിൽ തോറ്റതാണ്, എൻ്റെ ജീവിതത്തിൽ തോറ്റതല്ല. ഇവ രണ്ടും ഒരുപോലെയാണോ? അല്ല. ഐ ആം ഫെയിൽഡ് എന്നത് ഐ ആം എ ഫെയിലിയർ എന്നല്ല. ഒരു ഫെയിലിയർ നിങ്ങളുടെ ഐഡന്റിറ്റി അല്ല. ഒരു റിജക്ഷൻ നിങ്ങളുടെ വർത്ത് അല്ല. ഒരു മിസ്റ്റേക്ക് നിങ്ങളുടെ മുഴുവൻ ഫ്യൂച്ചർ തീരുമാനിക്കുന്നില്ല. വാട്ട് മാറ്റേഴ്സ് ഈസ് വാട്ട് യു ഡു നെക്സ്റ്റ്. JK റോളിങ്ങിന്റെ ജേണി നമ്മളെ ഒരുപാട് ഇമ്പോർട്ടൻറ്റ് കാര്യം പഠിപ്പിക്കുന്നു. ഹാരി പോട്ടർ ലോകം മുഴുവൻ അറിയപ്പെടുന്നതിന് മുൻപ് അവളുടെ റൈറ്റിങ്ങിനെ റിജക്ഷൻ നേരിടേണ്ടി വന്നിരുന്നു. പക്ഷെ ആ പേഴ്സൺ അവിടെ സ്റ്റോപ്പ് ചെയ്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരു നോ കേട്ടാൽ അത് നിങ്ങളുടെ ഡ്രീം തെറ്റാണെന്ന് അർത്ഥമില്ല. ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടിയില്ലേ, നിങ്ങളുടെ ഫ്യൂച്ചർ അവിടെ അവസാനിക്കുന്നില്ല. ഒരു ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെട്ടു, നിങ്ങൾ ടാലന്റഡ് അല്ല എന്നല്ല. വൺ നോ cannot റൈറ്റ് യുവർ എൻറ്റയർ സ്റ്റോറി. ഒരു ഡോർ ക്ലോസ്ഡ് കണ്ടിട്ട് എല്ലാ ഡോറും അടഞ്ഞു എന്ന് കരുതരുത്. മേ ബി യു ആർ സിംപ്ലി ബീയിങ് റീഡയറക്റ്റഡ്. എ ഗുഡ് ബുക്ക് മേക്സ് യു ആസ്ക് ക്വസ്റ്റ്യൻ. ഒരു നല്ല ബുക്ക് നമ്മളെ സക്സസ്ഫുൾ ആകാൻ മാത്രം പഠിപ്പിക്കില്ല. ചില ബുക്സ് നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. നിനക്ക് ശരിക്കും എന്താണ് വേണ്ടത്? എന്തിനാണ് നീ എല്ലാവരെയും പ്ലീസ് ചെയ്യാൻ ശ്രമിക്കുന്നത്? എന്തിനാണ് നീ നിന്നെ മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യുന്നത്? ഫെയിലിയറിനെ നീ ഇത്ര പേടിക്കുന്നത് എന്തുകൊണ്ടാണ്?
മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന പേടി കൊണ്ട് നീ എത്ര കാര്യങ്ങളാണ് ചെയ്യാതെ പോകുന്നത്? ഈ ക്വസ്റ്റ്യന്റെ ആൻസർ കണ്ടെത്തുമ്പോൾ നമ്മൾ നമ്മളെക്കുറിച്ച് മനസ്സിലാക്കാൻ തുടങ്ങും. ആൻഡ് ഹോണസ്റ്റ്ലി, സെൽഫ് അണ്ടർസ്റ്റാൻഡിങ് ഈസ് ഓൾസോ എ കൈൻഡ് ഓഫ് സക്സസ്. ഡോണ്ട് കമ്പയർ യുവർ ചാപ്റ്റർ വിത്ത് സംവൺ എൽസ്. ഒരാൾ ഒരു നല്ല കോളേജിൽ ചേർന്നു, ഒരാൾക്ക് ജോബ് കിട്ടി, ഒരാൾ ട്രാവൽ ചെയ്യുന്നു, ഒരാൾ അച്ചീവ്മെന്റ് ഷെയർ ചെയ്യുന്നു, ഒരാൾ തന്റെ ഹാപ്പിയസ്റ്റ് മൊമെന്റ് ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മളുടെ ലൈഫ് നോക്കി ചോദിക്കും, എനിക്ക് മാത്രം എന്താണ് ഒന്നും നടക്കാത്തത്? പക്ഷേ നമ്മൾ കാണുന്നത് അവരുടെ ഹൈലൈറ്റ്സ് മാത്രമാണ്. അവരുടെ സ്ട്രഗിൾസ് നമ്മൾ കാണുന്നില്ല, അവരുടെ ഫെയിലിയേഴ്സ് നമ്മൾ കാണുന്നില്ല. അതുകൊണ്ട് മറ്റുള്ളവരുടെ ചാപ്റ്റർ 20 നോക്കി നിങ്ങളുടെ ചാപ്റ്റർ 5നെ ജഡ്ജ് ചെയ്യരുത്. യുവർ ടൈമിംഗ് ഈസ് ഡിഫറെന്റ്, യുവർ ജേർണി ഈസ് ഡിഫറെന്റ്, യുവർ സ്റ്റോറി ഈസ് ഡിഫറെന്റ്, ആൻഡ് ദാറ്റ്സ് ഓക്കെ. ഇമാജിൻ യുവർ ലൈഫ് ആസ് എ ബുക്ക്. ഇപ്പോൾ ഒരു നിമിഷം കണ്ണടച്ച് ഇമാജിൻ ചെയ്യൂ, നിങ്ങളുടെ ലൈഫ് ഒരു ബുക്കാണെന്ന്. ഇപ്പോൾ നിങ്ങൾ ഏത് ചാപ്റ്ററിലാണ്? ചാപ്റ്റർ 1 കൺഫ്യൂഷൻ, ചാപ്റ്റർ 2 ഫെയിലിയർ, ചാപ്റ്റർ 3 സ്റ്റാർട്ടിംഗ് എഗെയിൻ, ചാപ്റ്റർ 4 ഫൈൻഡിങ് യുവർ സെൽഫ്. മേ ബി നിങ്ങൾ ഇപ്പോൾ ഒരു ഡിഫിക്കൽട്ട് ചാപ്റ്ററിലായിരിക്കാം. പക്ഷേ ബുക്ക് ക്ലോസ് ചെയ്യരുത്. കീപ് റീഡിങ്. കാരണം നിങ്ങൾക്ക് അടുത്ത ചാപ്റ്റർ എന്താണെന്ന് അറിയില്ല. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന സ്ട്രഗിൾ നാളെ നിങ്ങളെ മറ്റുള്ളവരുടെ സ്ട്രഗിൾ മനസ്സിലാക്കാൻ സഹായിക്കും. ഇന്ന് നിങ്ങൾ നേരിടുന്ന ഫെയിലിയർ നാളെ മറ്റൊരാളെ എൻകറേജ് ചെയ്യാനുള്ള സ്ട്രെങ്ത് ആയേക്കാം. ഇന്ന് നിങ്ങൾക്കുള്ള കൺഫ്യൂഷൻ നാളെ നിങ്ങളുടെ ഡയറക്ഷൻ ആയേക്കാം. സംടൈംസ് യു അണ്ടർസ്റ്റാൻഡ് ദ ചാപ്റ്റർ ഓൺലി ആഫ്റ്റർ യു ടേൺ ദ പേജ്. വൺ ലാസ്റ്റ് മെസ്സേജ് ഫോർ യു. ഈ വീഡിയോ ഇപ്പോൾ കാണുന്ന നിങ്ങളോട്, പ്രത്യേകിച്ച് എൻ്റെ ലൈഫ് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന ഒരാളോട്, പ്ലീസ് റിമെമ്പർ ദിസ്. നിങ്ങൾ പിന്നിലല്ല, നിങ്ങൾ ലേറ്റ് അല്ല, നിങ്ങളുടെ സ്റ്റോറി ഓവർ ആയിട്ടില്ല. ഒരു ഫെയിലിയർ കൊണ്ടും ഒരു റിജക്ഷൻ കൊണ്ടും ഒരു മിസ്റ്റേക്ക് കൊണ്ടും ഒരു ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെട്ടത് കൊണ്ടും ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ നിന്നും പോയത് കൊണ്ടും നിങ്ങളുടെ സ്റ്റോറി അവസാനിക്കുന്നില്ല. ബിക്കോസ് യുവർ സ്റ്റോറി ഈസ് സ്റ്റിൽ ബീങ് റിട്ടൺ. മേ ബി ഇന്ന് നിങ്ങൾ ഒരു ബുക്ക് തുറക്കുന്നത് നോളേജ് കിട്ടാൻ വേണ്ടിയായിരിക്കാം. പക്ഷെ അതിലെ ഒരു പേജ് നിങ്ങൾക്ക് ഹോപ്പ് തരാം, ഒരു പേജ് കറേജ് തരാം, പീസ് തരാം. നിങ്ങളെ തന്നെ കാണുന്ന രീതിയെ മാറ്റാം. അതുകൊണ്ട് നെവർ അണ്ടർസ്റ്റിമേറ്റ് ദ പവർ ഓഫ് എ ബുക്ക്. ബിക്കോസ് സംടൈംസ് നമ്മൾക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു തോട്ട് നമ്മൾ പ്രതീക്ഷിക്കാതെ തുറക്കുന്ന ഒരു പേജിൽ കാത്തിരിക്കുന്നുണ്ടാകാം. യുവർ ബെസ്റ്റ് ചാപ്റ്റർ മേ സ്റ്റിൽ ബി എഹെഡ്. ഇപ്പോൾ നിങ്ങളുടെ ലൈഫ് പെർഫെക്റ്റ് അല്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ. നിങ്ങളുടെ സ്റ്റോറി ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ടില്ല. മേ ബി ഇന്ന് നിങ്ങൾ ചാപ്റ്റർ 3ലാണ്, പക്ഷെ ചാപ്റ്റർ 10 എന്തായിരിക്കുമെന്ന് നിങ്ങൾക്കിപ്പോൾ അറിയില്ല. സോ ഡോണ്ട് ഗീവ് അപ്പ് ഓൺ ദ ബുക്ക് ജസ്റ്റ് ബിക്കോസ് യു ഡോണ്ട് ലൈക്ക് ദ കറന്റ് ചാപ്റ്റർ. ടേൺ ദ പേജ്. ഇനിയും ഒരുപാട് പേജസ് ബാക്കിയുണ്ട്, ഇനിയും ഒരുപാട് ഡ്രീംസ് ബാക്കിയുണ്ട്, ഇനിയും ഒരുപാട് ചാൻസസ് ബാക്കിയുണ്ട്, ഇനിയും ഒരുപാട് ബ്യൂട്ടിഫുൾ മൊമെന്റ്സ് വരാനുണ്ട്. യുവർ സ്റ്റോറി ഈസ് നോട്ട് ഓവർ. നിങ്ങൾ ഇപ്പോൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ നെക്സ്റ്റ് ചാപ്റ്റർ നിങ്ങൾക്ക് തന്നെ എഴുതാം. ആൻഡ് മേ ബി ഒരു ദിവസം ആരെങ്കിലും നിങ്ങളുടെ സ്റ്റോറി വായിച്ച് സ്വന്തം ലൈഫിൽ കീപ് ഗോയിങ് ചെയ്യാനുള്ള കറേജ് കണ്ടെത്തും. സോ കീപ് ലേണിംഗ്, കീപ് ഗ്രോയിങ്, കീപ് റീഡിങ്, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി കീപ് ഗോയിങ്. കാരണം ഒരു നല്ല ബുക്ക് നിങ്ങളുടെ ലൈഫിനെ ഒരു ദിവസം കൊണ്ട് മാറ്റണമെന്നില്ല, പക്ഷേ അത് നിങ്ങളുടെ ചിന്തകളെ മാറ്റും. ചിന്തകൾ മാറുമ്പോൾ ഡിസിഷൻസ് മാറും. ഡിസിഷൻസ് നിങ്ങളുടെ ആക്ഷൻസിനെ മാറ്റും. ആക്ഷൻസ് നിങ്ങളുടെ ജീവിതത്തെ മാറ്റും. ആൻഡ് മേ ബി ദാറ്റ് ഈസ് ഹൗ എ ബുക്ക് ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. ബൈ ഗൈസ്.